യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഒരടിമയ്ക്ക് സ്വന്തമായ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ മനോഭാവങ്ങളോ ഇല്ല. മറിച്ച് യജമാനൻ എന്തു പറയുന്നോ അത് മാത്രം ആണ് ചെയ്യേണ്ടത്. യജമാനന്റെ ഭവനത്തിൽ യജമാനോടൊപ്പം കഴിയേണ്ടി വരുന്നു. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് നമ്മളാരും മനുഷ്യരുടെ അടിമകളായി ഈ ഭൂമിയിൽ കഴിയേണ്ടവരല്ല എന്നാണ്. അങ്ങനെ കഴിയേണ്ടി വരുമ്പോൾ നമുക്ക് സ്വന്തമായ ഒരു തീരുമാനമില്ല. മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിൻ്റെതായ മനോഭാവങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അത് വളരെ ദയനീയം തന്നെയാണ്. ഈശോ പറയുന്നത് അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് വിലയായി നൽകിക്കൊണ്ട് നമ്മളെ അവിടുന്ന് വീണ്ടെടുത്തു, നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നാണ്. അങ്ങനെ അവിടുന്ന് നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അവിടുത്തെ അടിമകളായാണ് കഴിയേണ്ടത്. അവിടുത്തെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം, അവിടുത്തെ മനോഭാവമാണ് നമ്മുടെ ഈ മനോഭാവം. അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.